ഹായ് ഗൈസ്, ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. ആശിർ നന്ദ എന്ന് പറഞ്ഞൊരു 14 വയസ്സായ പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്ന നിലയിൽ. പഠിക്കുന്ന സ്കൂള് നമ്മുടെ ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് സ്കൂളാണ് കേട്ടോ. ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ന്യൂസും ഒന്നും ചെയ്യാത്ത, ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ പെട്ടെന്ന് എന്നെ ഓർമ്മ വന്നു. ഞാനും കുറേ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഈ മരിക്കാൻ കാരണം കുട്ടി വീട്ടിൽ വന്ന് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. ശ്രീനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല മോളാണ്. ഞാൻ ഈ ഫോട്ടോ കാണിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ഈ കുട്ടി മരിക്കാൻ കാരണം പഠിക്കുന്ന കുട്ടികൾ, ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്. പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ഏത് സ്കൂളിലായാലും ഈ ഉള്ളതാണ് കേട്ടോ. പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികളായിട്ട് ഡിവിഷനായിട്ട് തരംതിരിച്ചപ്പോൾ ഈ കുട്ടി അപ്പുറത്തേക്ക് പോയി, പഠിക്കാത്തൊരു കുട്ടിയിലേക്ക് മാറിപ്പോയി. പക്ഷേ ആ ഒരു സാഹചര്യം, ആ പഠിക്കാത്തൊരു കുട്ടി, പഠിക്കണ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് എക്സാം എടുക്കുന്ന സമയത്ത് പഠിക്കുന്ന കുട്ടികൾ വേറെ ക്ലാസ്സിലേക്ക്, പഠിക്കാത്ത കുട്ടികൾ വേറെ ക്ലാസ്സിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തുമല്ലോ. അപ്പോൾ ഒരു അനുഭവിക്കുന്ന വേദനയുണ്ട്. അത് ഏത് ആൾക്കാർക്കും ഇപ്പോൾ ടീച്ചർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് അനുഭവിക്കണ ആ വേദന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നത് നമുക്കേ അറിയുള്ളൂ. അത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ആ കുട്ടിക്ക് എന്ത് ബോധമുണ്ട് എന്നാലോചിച്ച് നോക്കൂ. അതിനത്ര വിഷമം ഉണ്ടാവില്ല, പഠിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീട്ടിൽ വന്നിട്ട് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. എല്ലാ സ്കൂളുകളിലും, എല്ലാ ഇപ്പം നമ്മൾ +2 പഠിക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കോളേജിലായാലും ഈ അവസ്ഥ നടക്കുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എത്ര പഠിക്കാൻ വലിയ മിടിക്കും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, നോർമൽ പഠിച്ചു പോകും. ഞാൻ ഒരു ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് മാത്സൊക്കെ പറഞ്ഞു തരാൻ ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട്. കാരണം പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെ, പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്കാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ കിട്ടണുള്ളൂ. നമുക്ക് പറഞ്ഞു തന്നാലും നമ്മൾ ജയിക്കും എന്നല്ലേ ഉള്ളൂ, ഫുൾ A+ നമുക്ക് കിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ടീച്ചർമാർ ആദ്യം ഈ ഗവൺമെൻറ് ഒന്ന് ഇപ്പോൾ ശിവൻകുട്ടി സാറിന് ഈ വീഡിയോ കാണുകയാണെങ്കിലും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. ആ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കണം. അപ്പോൾ പക്ഷേ എന്താ മരണകാരണം ഒന്നും ന്യൂസിൽ കണ്ടത് എങ്ങനെയാണ് കേട്ടോ. മരണകാരണം അറിയില്ല, കുട്ടി മരിച്ചതാണ് ഇങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇതാണ് സംഭവം. ഇതിപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഈ സ്കൂളിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് അപമാനമാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കണമെന്ന് പറയുമ്പോൾ. അവർക്ക് പൈസ കിട്ടണം. അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടി കഴിഞ്ഞാൽ സ്കൂളിൽ നന്നായി പഠിപ്പിക്കും. പൈസയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് എന്തൊരു പ്രശ്നം നടക്കുകയാണെങ്കിലും പൈസ. അവർക്ക് ആ പൈസ കിട്ടണം. അവരുടെ സ്കൂളിന് ചീത്തപ്പേര് പാടില്ല, നല്ല പേരായിരിക്കണം. ഇപ്പം ഇനി അടുത്ത ന്യൂസ് നമ്മളിപ്പോൾ ഇറക്കിയാലും അവർക്ക് കാര്യമൊന്നുമില്ല, അവർ നന്നായി പോവും. ഇപ്പോൾ ഷഹബാസിൻ്റെ കാര്യം തന്നെ ഉണ്ട്. ആ കുട്ടീനെ മരിച്ചിട്ട് ഇപ്പോൾ ആ കുട്ടി മരിക്കാൻ കാരണമായ പിള്ളേരെ അവിടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ. അതിനെതിരെ കുറേ അമ്മമാർ പ്രതിഷേധിച്ചു. പറ്റും ഒരു കാര്യമില്ല. ഇവർക്ക് പൈസയുള്ള ആൾക്കാർ ആ സ്കൂളിൽ പഠിച്ചാൽ അവർക്ക് നിറയെ പൈസ കിട്ടും. മാനേജ്മെൻ്റ് ആയാലും നല്ലോണം നമുക്ക് നന്നായി പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയല്ല സത്യത്തിൽ വേണ്ടത്. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് അവരും ഉയർന്നു വലുതായിട്ട്. ഇപ്പോൾ പഠിക്കണില്ല എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ വിചാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര പഠിക്കാൻ വലിയ പിടിക്കുന്നല്ല. ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ ടീച്ചർമാരാണ്, നമ്മളും ഫീസ് കൊടുത്തിട്ട് ഞാൻ പഠിക്കണത്. ആ ടീച്ചർമാരാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടിരേണ്ടത്. സ്പെഷ്യൽ ക്ലാസ് വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 3:30 ആകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂർ വേറെ എക്സ്ട്രാ ക്ലാസ് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അതിൽ തന്നെ പഠിക്കുന്ന പിള്ളേരും വന്നിരിക്കാറുണ്ട്, പഠിക്കാത്ത പിള്ളേരും വന്നിരിക്കാറുണ്ട്. ഇപ്പം അങ്ങനെ വേർതിരിച്ച് മാറ്റിയിരുത്തിയിട്ട് ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ച് ഇപ്പോൾ 9ൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. 14 വയസ്സായിട്ടുള്ള കുട്ടിക്ക് 10ാം ക്ലാസ്സിന് വരാൻ പോവാണ്. അപ്പോൾ SSLCക്ക് നല്ല മാർക്ക് വേണം, ഫുൾ A+ വേണം. അപ്പോഴല്ലേ അവരുടെ സ്കൂളിന് വലിയ പേരൊക്കെ കിട്ടുള്ളൂ. ചിലപ്പോൾ ഇനി അവരുടെ അമ്മമാരോട് പറയും കുട്ടി പഠിക്കുന്നില്ല, TC മേടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ വീട്ടുകാരെ അവസ്ഥ ആലോചിച്ച് നോക്കും. അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അവരത്രയും കഷ്ടപ്പെട്ട്, വീട്ടുകാർ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് വിടുമ്പോൾ ഇവിടുത്തെ ടീച്ചർമാരായാലും അവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും പോവില്ല. ഇപ്പോൾ മരിച്ച കുട്ടിയുടെ വീട്ടുകാർക്കാണ് പോയിട്ടുണ്ടാവുക. അത്രയും ചെറുപ്പം തൊട്ട് ആ കുട്ടീനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തണമെങ്കിൽ നല്ല പൈസയാണ്. ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് അധികം പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ വണ്ടിയുടെ വില പൈസ, യൂണിഫോമിൻ്റെ പൈസ, ബുക്കിൻ്റെ പൈസ, അങ്ങനെയൊക്കെ ബുക്കിനൊന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് യൂണിഫോമിനും കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ആ പൈസ ഉണ്ടാക്കണം തന്നെ വല്ലാതെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആ കുട്ടീനെ നല്ല ഉയർച്ചയോടുകൂടി പഠിച്ച് ആ കുട്ടി വലുതാവട്ടെ, നല്ല ഉയർന്ന് വലിയ ജോലിയൊക്കെ കിട്ടുന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാവും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടീനെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടിയുടെ 9ാം ക്ലാസ്സിൽ അതിൻ്റെ ജീവിതം, 14 വയസ്സായിട്ടുള്ളൂ, അതിൻ്റെ ജീവിതം പൊലിഞ്ഞു. തൂങ്ങി മരിക്കുക, അത്രയും സങ്കടമായിട്ടാവും ആ കുട്ടി മരിച്ചിട്ടുണ്ടാവുക. ഞാൻ സത്യം പറയില്ല, ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട്. പഠിക്കില്ല, എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് നന്ദനെ പഠിക്കാൻ ഇങ്ങനെ പറയൂട്ടോ അവർ മിസ്സുമാർ, പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്, പക്ഷേ പഠിക്കുന്നില്ല അങ്ങോട്ട്. നമുക്ക് പഠിക്കാൻ നമ്മളെ ടീച്ചർമാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പഠിക്കാൻ ഇൻട്രസ്റ്റ്, നന്ദന ഇതുപോലെ പഠിക്കൂട്ടോ അതുപോലെ പഠിക്കൂട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവർ പഠിക്കില്ല നമ്മൾ അപ്പം തൊട്ടേ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ വിചാരിക്കും. പഠിക്കില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇനി നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ പഠിച്ചാലായി എന്നുള്ളൊരു മട്ടാണ് അവർക്ക്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ.
ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഞാൻ +2 കഴിഞ്ഞിട്ടും നമ്മൾ ഡിഗ്രിക്ക് പോയാലും തന്നെ അവസ്ഥ. വേണമെങ്കിൽ പഠിച്ചാൽ മതി, ആർക്ക് പോയി, ആർക്ക് എന്ത് പഠിച്ചാൽ ആർക്ക് പോയി. നമ്മൾ ഫീസ് കൊടുക്കുന്നത് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രിയൊക്കെ. നമ്മൾ ഫീസ് കൊടുക്കുന്നത് ഒരു ഫീസ് ഇട്ട് പോവും. വേണമെങ്കിൽ പഠിച്ചാൽ മതി, വേണമെങ്കിൽ ജയിച്ചാൽ മതിയുള്ള മറ്റെല്ലാ കോളേജിലും അങ്ങനെ. കോളേജ് മാത്രമൊന്നുമല്ല, സ്കൂളുകളിലായാലും അതെ. നമുക്കൊരു എന്താ പറയുക, ഒരു വിലയും തരില്ല. ഇത്ര പഠിക്കൊന്നുമില്ലല്ലോ, ഇത്രയൊക്കെ മതി, പഠിക്കുന്ന പിള്ളേരെ നോക്കട്ടെ. എല്ലാവരും പൈസ എന്ന് പറയുന്ന സംഭവം എല്ലാവരും കൊടുക്കണം തന്നെയല്ലേ. നമ്മളൊന്ന് ചിന്തിക്കുക, ആ കുട്ടിയെ നീതി ലഭിക്കട്ടെ. എത്ര പിള്ളേരെങ്ങനെ ഒരേ കാര്യത്തിൽ മരിക്കണം. ഇതിനു മുമ്പ് വേറൊരു കുട്ടി മരിച്ചിട്ടുണ്ട്, ആ കുട്ടീൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സ്കൂളുകളിൽ നോക്കുക നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം പിള്ളേർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം ടീച്ചർമാരൊന്ന് മനസ്സിലാക്കുക, പിള്ളേരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, പിള്ളേർ വളർന്നു വരുന്ന രീതി നോക്കുക. ചിലപ്പോൾ ഒന്നുമില്ലാത്ത വീട്ടിൽ നോക്കിയാൽ വളർന്നു വരുന്നുണ്ടാവുക. പക്ഷെ അവരൊക്കെ പൈസക്കാരൊക്കെ നല്ല നിലയ്ക്കും താഴ്ന്ന തട്ടിലുള്ളവരൊക്കെ താഴെ നാക്കും. അങ്ങനെ ചിന്തിക്കാണ്ട് എല്ലാവരും ഒരേപോലെ നന്നായി നിർത്തി പഠിപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ ലോകം തന്നെ മാറും. പിള്ളേരിങ്ങനെ ആത്മഹത്യ ചെയ്യാനും കാര്യങ്ങളൊന്നും നോക്കില്ല. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായാലും, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടി ഷഹബാസിൻ്റെ മരിച്ച കാര്യം തന്നെ, അവർക്ക് എന്ത് കുഴപ്പം, അവർക്ക് പൈസ ഉണ്ട്, അവരിറങ്ങിപ്പോന്നു, അവർ എക്സാം എഴുതി. ആർക്ക് പോയി? ഷഹബാസിനും പോയി, അവരുടെ വീട്ടുകാർക്കും പോയി. വേറെ ആർക്ക് പോവാൻ? ആർക്കും പോയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുട്ടിക്കും വരുന്നത്. ആർക്കും പോയില്ല. ആ മോളുടെ അച്ഛനമ്മയ്ക്കും പോയി. അപ്പം എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഈ വിദ്യാഭ്യാസ മന്ത്രിയും കാണുക, എല്ലാവരും കാണാനല്ല പറയണം, ആ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാനേ പറയുന്നുള്ളൂ. ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. ഈ കുട്ടി ഇപ്പോൾ ആ ചെറിയ പ്രായത്തിൽ 9ൽ പഠിക്കുന്ന കുട്ടി മരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിന് താങ്ങാനായിണ്ടാവില്ല. ഞാനൊക്കെ ആണെങ്കിൽ നീ മരിക്കേണ്ട സമയം കഴിഞ്ഞ സത്യത്തിൽ. ആ കുട്ടിയുടെ മനസ്സിന് താങ്ങാനായിണ്ടാവില്ല. അത്രയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ് ഇത്ര മാറ്റി, ചില പിള്ളേരെ പഠിക്കുന്ന പിള്ളേർ, ചില പിള്ളേർ പഠിക്കാത്ത പിള്ളേരെന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുത്തുമ്പോൾ സത്യത്തിൽ നല്ല വിഷമം ഉണ്ടാവും. ഞാൻ ഒന്നും പറയുന്നില്ല, എന്താ പറയുക. ആ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. മരിച്ചു പോയാ മോള്. എങ്ങനെ നമുക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാം, അത്രേ പറയാനുള്ളൂ.